ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. എന്താണ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം. കമ്പനീസ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് ഫിലോസഫീസ് ഇൻ റിലേഷൻ ടു മാർക്കറ്റിംഗ് ടു ദെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. സം firms claim that they are customer oriented, others say that they offer value to the customers, still others say that they treat their customers as cream. അതായത് ഓരോ കമ്പനികളും പല തരത്തിലുള്ള ഫിലോസഫീസ് അല്ലെങ്കിൽ തത്വങ്ങളാണ് ഒരു മാർക്കറ്റിങ്ങിലേക്ക് സ്വീകരിക്കുന്നത്. ചില ഫേം പറയുക അവർ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്, അവർ കിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് പല കമ്പനീസും ഫോളോ ചെയ്യുന്നത്. Marketing concept means the philosophy, belief or attitude of the management of a firm which guide its marketing effort. ഇനി അതിൽ ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. All company will not adopt the same marketing concept. There are different marketing concept or marketing management philosophies under which business enterprises conduct their marketing activity. അതായത് ട്രഡീഷണൽ ടൈപ്പും വരുന്നുണ്ട്, മോഡേൺ ടൈപ്പും വരുന്നുണ്ട്. ആദ്യത്തെ നമുക്ക് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ദ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഹോൾഡ് ദാറ്റ് ദ കൺസ്യൂമർ പ്രിഫർ ദ ഗുഡ്സ് വിച്ച് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസ്. കൺസ്യൂമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് വളരെയധികം ചെറിയ എമൗണ്ടിൽ അല്ലെങ്കിൽ വളരെ ലോ പ്രൈസിൽ ഗുഡ്സ് ലഭിക്കുന്നു. ദെയർഫോർ ഇറ്റ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി അറ്റ് ലോവർ കോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഫേമിന് ലാർജ് ക്വാണ്ടിറ്റി ഗുഡ്സ് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കൺസ്യൂമേഴ്സിനും വളരെയധികം ചുരുങ്ങിയ ചിലവിൽ അത് വിൽക്കാൻ സാധിക്കുള്ളൂ. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ വരുന്നത് എന്താണ്? ലോ കോസ്റ്റ് പ്രൊഡക്റ്റ്, മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. അവിടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ നടക്കുന്നു. അടുത്തത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. എന്താണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്? This concept holds that consumers favor the product of superior quality, better performance and innovative features. അത് കൺസ്യൂമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിലും അതിൽ നല്ല ഗുണങ്ങളോടുകൂടിയും പുതിയ പുതിയ ഫീച്ചേഴ്സോട് കൂടിയിട്ടും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. Therefore, successful making require continuous product planning and development and important in quality standard. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ വരുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ്, ഇന്നോവേഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് വൺ, സെല്ലിംഗ് കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് അസ്യൂം ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബൈ ഗുഡ്സ് വോളണ്ടർലി. അതായത് കൺസ്യൂമേഴ്സ് സ്വന്തം ഇഷ്ടപ്രകാരം അവരെപ്പോഴെപ്പോഴും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കില്ല. ദ സെല്ലർ മസ്റ്റ് ദെർഫോർ അണ്ടർടേക്ക് എ ലാർജ് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷണൽ എഫേർട്ട്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിനെ അത് ബോധവൽക്കരിച്ചാൽ മാത്രമേ അത് അവർ വാങ്ങുകയുള്ളൂ. അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിൽ നമുക്ക് എന്തൊക്കെ വരും? പ്രൊഡക്റ്റ് വരും, പ്രൊമോഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്, ദെൻ ലാസ്റ്റ് സെയിൽസ്. നെക്സ്റ്റ് വൺ, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് മോഡേൺ കൺസെപ്റ്റ് എന്ന് പറയുക. ദിസ് ഈസ് ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. The concept holds that the primary task of a business firm is to study the needs, desire and preference of the potential customers and produce goods which are actually needed to consumers. ഇതിലെങ്ങനെയാണ് ഒരു കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ്, അവരുടെ ടേസ്റ്റ്, പ്രിഫറൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലെന്തൊക്കെയാണ് വരിക? കൺസ്യൂമർ വരും, മാർക്കറ്റിംഗ് റിസർച്ച് വരും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, പ്രൊഡക്റ്റ്, പ്രമോഷൻ ആൻഡ് ലാസ്റ്റ് സെയിൽസ്. ഇതാണ് ഇതിൽ ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The consumer is the key. Therefore, satisfaction of consumers is the prime objective of an enterprise. അതായത് കസ്റ്റമേഴ്സിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതായത് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടത്. ബിസിനസ് എൻ്റർപ്രൈസ് ഹാസ് ഡ്യുവൽ ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് ഈസ് ബൈ പ്രൊഡക്റ്റ് ഓഫ് സപ്ലൈങ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്. അതായത് ഒരു ഡ്യുവൽ ഒബ്ജക്റ്റീവ് മീൻസ് രണ്ട് രീതിയിൽ ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒപ്പം ഒരു കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനും അവിടെ അത്യാവശ്യമാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും ആവശ്യമാണ്. പ്രോഫിറ്റും വേണം, അതോടൊപ്പം കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, നീഡ്സ് ആൻഡ് വാണ്ട്സ് മസ്റ്റ് ബി ഐഡൻറ്റിഫൈ പ്രോപ്പർലി ആൻഡ് ഡീപ്ലി. ഒരു കൺസ്യൂമറിൻ്റെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ പ്രിഫറൻസ്, ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുക.
നെക്സ്റ്റ് ഗുഡ്സ് മസ്റ്റ് ബി പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്. എന്നിട്ട് ആ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയതിന് ശേഷം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, all the resources of production must be utilized to their best extent so that the cost of production may be minimized. അത് നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് റിസർച്ച് നടത്തും, അതിനുശേഷം റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് മിനിമൈസ് ചെയ്യാനും അതുവഴി പ്രോഫിറ്റ് കൂട്ടാനും സാധിക്കുന്നു. എവരി ആക്ടിവിറ്റി is the enterprise must start with the consumer and end with the satisfaction of the consumers. അതായത് മാർക്കറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ റിസർച്ച് നടത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അവരുടെ ടേസ്റ്റ്, നീഡ്സ്, വാണ്ട്സ് ഒക്കെ അന്വേഷിക്കുക. അതിനുശേഷം അത് എൻഡ് ചെയ്യുന്ന ഇതിലാണ് ആ കൺസ്യൂമർ അത് സാധനം വാങ്ങി അവരത് സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് മാർക്കറ്റിംഗ് ആ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. അടുത്ത്, കസ്റ്റമേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, ഏജ്, വോളിയം ഓഫ് പർച്ചേസ് എക്സെട്ര. ഇത് ഓരോ കസ്റ്റമേഴ്സിനെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യപ്പെടുന്നു. ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻകം, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, ഏജ്, പർച്ചേസിൻ്റെ പവർ ഇതെല്ലാം മനസ്സിലാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളാണ്, അതുപോലെ ഓൾഡ് ഏജ് പീപ്പിളിനുള്ള പ്രൊഡക്ട്സ്, ടീനേജേഴ്സിനുള്ള പ്രൊഡക്ട്സ് അതൊക്കെ സെപ്പറേറ്റ്. അതിനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ടാർഗറ്റ്, അതിന് ടാർഗറ്റ് മാർക്കറ്റ് ഒരു സെഗ്മെൻ്റായിട്ട് തിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എംഫസൈസസ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആസ് ദ കീ ടു ബോത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. മോഡേൺ മാർക്കറ്റിംഗിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്താണ്? കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റും. അതിന് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. Comparison can be made between selling concept and marketing concept is the following way. ഇവിടെ ടെക്സ്റ്റിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പാരിസൺ. സെല്ലിംഗ് കൺസെപ്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ്, സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ് വോളിയം ആൻഡ് പ്രോഫിറ്റ്, ആൻഡ് ദെൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൺസെപ്റ്റ് ആൻഡ് മോഡേൺ കൺസെപ്റ്റ്. ട്രഡീഷണൽ കൺസെപ്റ്റും മോഡേൺ കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ട്രഡീഷണൽ കൺസെപ്റ്റിൽ ഫോക്കസ് ഓൺ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓൺലി, അതിൽ പ്രൊഡക്റ്റിന് മാത്രം അവർ പ്രാധാന്യം കൊടുക്കുന്നു. മോഡേൺ കൺസെപ്റ്റിലാണെങ്കിലോ ഫോക്കസ് ഓൺ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, കൺസ്യൂമറിനാണ് അവിടെ അല്ലെങ്കിൽ കസ്റ്റമറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തത്, ഒബ്ജക്റ്റീവ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ട്രഡീഷണൽ കൺസെപ്റ്റിൻ്റെ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ മോഡേൺ കൺസെപ്റ്റിലാണെങ്കിലോ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അടുത്ത, ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആണ് ട്രഡീഷണൽ കൺസെപ്റ്റ്, മോഡേൺ ആണെങ്കിൽ ലോങ് ടേം ഓറിയൻറ്റഡ് ആണ്. ഇവിടെ ലെസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്, ഇവിടെ സസ്റ്റെയിൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അധികം പ്രൊമോഷൻ്റെ ഒന്നും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിലും മോഡേൺ മാർക്കറ്റിങ്ങിലാണെങ്കിലോ പലതരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അവർ നടത്തുന്നുണ്ട്. ഇവിടെ നാരോ കൺസെപ്റ്റാണ്, ഇവിടെ ബ്രോഡർ കൺസെപ്റ്റാണ്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. സെല്ലിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെല്ലിംഗ്, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഫോർ മണി. ക്യാഷിന് വേണ്ടി ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ആണെങ്കിലോ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഐഡൻറ്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈയിങ് കൺസ്യൂമർ വാണ്ട്സ്. അതായത് ഒരു കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മാർക്കറ്റിങ്ങിലൂടെ ഉള്ളത്. നെക്സ്റ്റ് വൺ, ഫോക്കസ് ഓൺ നീഡ്സ് ഓഫ് സെല്ലർ. ഒരു സെല്ലറിൻ്റെ നീഡ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേറാസ് മാർക്കറ്റിംഗ് ആണെങ്കിൽ നീഡ് ഫോർ ദ ബയർ, വാങ്ങുന്ന ആളുടെ ആവശ്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ത്രൂ ഇൻക്രീസ് ഇൻ സെയിൽസ് വോളിയം. ഒരു സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗനൈസേഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് സെല്ലിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് എൻഷുറിംഗ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫേം ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നു. അടുത്തത്, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ്. സെല്ലിങ്ങിൽ എന്താണ്? പ്രൊഡക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ദെൻ മാർക്കറ്റിങ്ങിലാണെങ്കിൽ അത് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. സെല്ലിംഗ് ഈസ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ് സെല്ലിംഗ്. എന്നാൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഇൻക്ലൂഡ് സെല്ലിംഗ്. സെല്ലിംഗ് ബിഗിൻസ് ആഫ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ് വിത്ത് സെയിൽ. സെല്ലിംഗ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് സെയിൽ ചെയ്ത് വരെയുള്ള ഒരു കാലയളവിലെ സെല്ലിംഗ് ഉള്ളൂ. എന്നാൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ബിഗിൻ ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂ ആഫ്റ്റർ സെയിൽ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു നേരത്തെ റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ തൊട്ട് പ്രൊഡക്റ്റ് സെയിലായതിനു ശേഷം വരെയും മാർക്കറ്റിംഗ് ഉണ്ടാവും. സെല്ലിംഗ് ഈസ് ആൻ ഓൾഡ് ആൻഡ് ട്രഡീഷണൽ കൺസെപ്റ്റ്. പഴയ രീതിയിലുള്ള കൺസെപ്റ്റാണ് സെല്ലിങ്ങിൽ വരുന്നത്. എന്നാൽ മാർക്കറ്റിങ്ങിലാണെങ്കിലോ ഇറ്റ് ഈസ് ന്യൂ ആൻഡ് മോഡേൺ കൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. സെല്ലിംഗ് കൺവേർട്ട് പ്രൊഡക്റ്റ് ഇൻ ടു ക്യാഷ്. സെല്ലിംഗ് എന്താ സംഭവിക്കുന്നത്? ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വിറ്റ് ക്യാഷായിട്ട് രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നു. എന്നാൽ മാർക്കറ്റിങ്ങിലാവട്ടെ ഇറ്റ് കൺവേർട്ട് ദ കസ്റ്റമർ നീഡ്സ് ഇൻ ടു പ്രൊഡക്റ്റ്. കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയാണ് നമ്മൾ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ക്രിയേറ്റ് ഓൺലി പൊസഷൻ യൂട്ടിലിറ്റി. ഒരു സെല്ലിങ്ങിലാണെങ്കിൽ അതൊരു പൊസഷൻ യൂട്ടിലിറ്റി, അത് കൈമാറ്റം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ടൈം, പ്ലേസ്, പൊസഷൻ യൂട്ടിലിറ്റി എല്ലാം അവിടെ വരുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഇറ്റ് എറ്റ് വിത്ത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ മണി. ഒരു ക്യാഷിന് വേണ്ടി ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോഴാണ് സെല്ലിംഗ് എൻഡ് ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് ആവട്ടെ ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് സ്റ്റാൻഡേർഡ് ലിവിങ് ടു സൊസൈറ്റി. ഒരു